നമുക്കിപ്പം ശ്രീനഗറിൽ നിന്ന് നോബിൾ മാരിക്കാരൻ തത്സമയം ചേരുകയാണ്. നോബിൾ മാരിക്കാരൻ, വൈകുന്നേരമാണ് മന്ത്രിസഭാ യോഗം അടക്കം അവിടെ നിശ്ചയിച്ചിരുന്നത്. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പഹൽഗാമിലെയും ഒപ്പം കശ്മീരിലെയും സാഹചര്യം? സുജയ, ഇന്നിപ്പോൾ വൈകുന്നേരം കേന്ദ്ര മന്ത്രിസഭാ യോഗം ദില്ലിയിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ മന്ത്രിസഭാ യോഗം ശ്രീനഗറിലും ചേരുന്നുണ്ട്. പ്രധാനമായും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയാവുക എന്നാണ് ഉറപ്പായ കാര്യം. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം അടക്കം പങ്കെടുത്തുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിക്കും എന്നാണ് വിവരമുള്ളത്. ജമ്മു കാശ്മീരിലും ഏതൊക്കെ തരത്തിൽ വേണം ഇനിയിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും തീരുമാനം ആവുക. ഇപ്പോഴും എല്ലായിടത്തും വലിയ തരത്തിലുള്ള സുരക്ഷ തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പെഹൽഗാമിലേക്ക് ടൂറിസ്റ്റുകളെ ഒന്നും ഇപ്പോഴും കടത്തിവിടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും തടഞ്ഞുകൊണ്ട് പ്രധാനമായും ആ പരിസരവാസികൾക്ക് മാത്രം പ്രവേശനം നൽകി പുറത്തുനിന്നുള്ള ആളുകൾ തൽക്കാലം പെഹൽഗാമിലേക്ക് പ്രവേശിപ്പിക്കേണ്ട നിലപാടാണ് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള നടപടികൾ ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ ഏറെക്കുറെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരെയും മൃതദേഹങ്ങൾ ഉച്ചയോടെ തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു. പലതും അവരുടെ നാടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും അതീവ ജാഗ്രത ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ എല്ലാ ഇടങ്ങളിലും തുടരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പ്രധാനമായും ജമ്മു കാശ്മീർ പോലീസും CRPFും മറ്റ് സൈനിക വിന്യാസങ്ങളൊക്കെ എല്ലായിടത്തും തുടരുന്നുണ്ട്. വലിയ സുരക്ഷ ഏർപ്പെടുത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ എല്ലായിടത്തും ഇറങ്ങിക്കൊണ്ട് പരിശോധന നടത്തുന്നു, വാഹനങ്ങൾ പരിശോധിക്കുന്നു. അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ എല്ലായിടങ്ങളും ആ സുരക്ഷ കൂടുതൽ ശക്തമാക്കും രാത്രി എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ഈ ഭീകരർ പെഹൽഗാം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ സുരക്ഷാ സേനയ്ക്കുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി അതീവ സുരക്ഷ ഒരുക്കി അവിടെയൊക്കെ വേണ്ട നടപടിക്രമങ്ങൾ ഒരുക്കുക എന്താണെങ്കിലും സൈന്യം ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ പോകുന്ന അത്തരത്തിൽ സുരക്ഷയുടെ ഭാഗമായി ഓരോ സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ജമ്മു കാശ്മീർ പോലീസുണ്ട്, കമാൻഡോസ് ഉണ്ട്, അതോടൊപ്പം തന്നെ CRPF ഉണ്ട്. അത്തരത്തിൽ അതീവ സുരക്ഷ എല്ലായിടങ്ങളിലും ഒരുക്കിക്കൊണ്ട് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വരും മണിക്കൂറുകളും ഈ സുരക്ഷ ഇതേപടി തുടരും. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. പ്രത്യേകിച്ച് കേന്ദ്രം ഒരു തിരിച്ചടി, ഇന്ത്യ ഒരു തിരിച്ചടി വിഷയത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി. ഇന്നിപ്പോൾ കശ്മീരിൽ മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം. നമുക്ക്